ഹലോ ആ നിസാംക്ക ഞാനാ പറഞ്ഞോടെ. എന്താടാ? ഇത്താത്തയും ഫാമിലിയിൽ നിന്ന് വെളുപ്പിന് ടൂർ പോയി. അപ്പൊ അവര് വെച്ച ചാവി മാറിപ്പോയെന്ന് തോന്നണേ. ഞാനിപ്പോ ഈ ഫ്ലാറ്റിൽ പെട്ട അവസ്ഥയാണ്. ഒരുമാതിരി മറ്റേടത്ത് ഏർപ്പാടായി പോയി. നിനക്ക് ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ വിളിച്ചത്? പിന്നെ നീ ആരോട് ചോദിച്ചിട്ടാ ഫ്ലാറ്റ് വലിഞ്ഞേറി ചെന്നത്? എടാ, നിന്റെ കാല് വേയുന്നല്ലേ നീ പറഞ്ഞത്? നിനക്കിപ്പോ പുറത്തിറങ്ങിയിട്ട് എന്താ അത്ര അത്യാവശ്യം? ജയിലിൽ കിടക്കുന്നതിനൊക്കെ ഭേദമല്ലേ? ആ വക്കീൽ കേസൊന്നും കൊടുത്തിട്ടില്ലെന്നാ കേട്ടത്. അപ്പൊ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഒന്ന് ഒരു വട്ടം. പിന്നെ എപ്പോഴും നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ? We are doing our best, sir. Even if we get him back to life, I very seriously doubt his memory. The head injury is so serious. അപകടനില തരണം ചെയ്തൊന്ന് എപ്പോൾ അറിയാൻ പറ്റും? We have to wait, sir. ഇതൊരു ന്യൂസ് ആവാതെ നോക്കണം. അറിയാലോ. That was my word, sir. You can trust me. ജയ, ചേച്ചി. എന്തായി മാർട്ടിൻ? ഇല്ല, ഞാൻ ആ കോഴിക്കോടുള്ള വക്കീലിൻ്റെ അടുത്താ. അവന്മാർ തൃശ്ശൂർ തന്നെയുള്ള ടീമാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഡീറ്റെയിൽസ് ഉടനെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് കാണാം. ഓക്കെ, ശരി സാർ. ഇലക്ഷനൊക്കെ അല്ലേ? ഒരു മീറ്റിംഗിലായിരുന്നു. ആ, മനസ്സിലായി. രാജേഷേ, ആ നമ്പർ എടുത്ത് കൊടുത്താ. എന്നാ ഞാൻ പോക്കോട്ടെ, കുറച്ച് തിരക്കില്ല. ആ മാർട്ടിനെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, പാർട്ടിക്കാരിയൊന്നുമല്ല. പോട്ടെ. ശരി ശരി. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ഈ സാധാരണ കാര്യങ്ങളല്ലാതെ അവരെന്തിനെ പറ്റി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നു? പോണ വഴിയിൽ വണ്ടീനെ കുറിച്ച് അവർ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ പവറും മോഡലും പോരാണ്ട് വഴി വെച്ച് വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി. ഓരെന്നെയാ അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി. അതെ, ശ്രുതി പറഞ്ഞോടെ. നമുക്ക് നോർത്ത് ചെയ്ത് വണ്ടികളൊക്കെ സെറ്റ് ചെയ്ത അവന്മാരാ. എന്ത് ചോര ടീമുകളാണ് സാറേ. രണ്ടുപേരെ ഇടയ്ക്കൊന്നും കാണാറില്ല. എന്തോ ഉടായ്പൊക്കെ ഉണ്ട് സാറേ. ഒരു കണ്ടിട്ട് ഇപ്പം എത്ര ആളായി? കണ്ടിട്ടിപ്പം കുറച്ചായി. അവന്മാരായിട്ടും വേറെ. എന്താ സാറിന്റെ പേര്? ആൻഡോ. സോറി, ആ ജിപ്സി പോയി. ഞാൻ വേറെ ഒന്ന് സെറ്റാക്കി തന്നപ്പോ
സുദീപ് എവിടെയുണ്ട്? എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ മിണ്ടാട്ടൊന്നുമില്ല. അവന് തോന്നുമ്പോൾ വരും, പോവും. ദേ, ഇതിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇവക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയെങ്കിലും നേരെയാവുന്നു. എവിടെ, രണ്ടും പിഴകളാ സാറേ. പണം കിട്ടിയ എൻ്റെ തല വരെ കൊയ്യും. ലോണെടുത്ത് വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എല്ലാം നേരെയായിരുന്നു. അതും എൻ്റെ തലയിലായി. ചില ജന്മങ്ങളുണ്ട് സാറേ, ഒരിക്കലും നന്നാവില്ല. നിക്കടാ അവിടെ. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2 ദിവസം ഒരാളോടും ഉണ്ടായിരിക്കുന്നത്. എടാ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കടാ. എടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് 2 ദിവസം ആരോടും ഉണ്ടായിരിക്കുന്നത്. ഹായ്. കഴിക്കടാ.